എല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ടല്ലോ, ആ 3 ജ്ഞാനികളുടെ. അതെ. കൃത്യസമയത്ത് അവർ ബേത്ലഹേമിലെത്തി ഉണ്ണിയേശുവിന് പൊന്നും കുന്തുരുക്കവും മീറയുമൊക്കെ സമ്മാനമായി നൽകി. ഉം. എന്നാൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ രേഖകൾ അത് മറ്റൊരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ ആ കഥയുടെ അടിക്കുറിപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരാൾ. ശരിയാണ്. നാലാമതൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലോ? വൈകിപ്പോയ ഒരു നാലാമൻ, അർത്തബാൻ എന്ന പേർഷ്യൻ ജ്ഞാനിയുടെ ആ ഒരു യാത്രയുടെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അതെ, ഇതൊരു വെറും കഥ എന്നതിലുപരി ഒരു യാത്രയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുള്ള, പിന്നെ വഴിയിൽ സംഭവിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു ചിന്തയാണ്. ശരിയാണ്. ഒരാൾ ഒരു വലിയ ലക്ഷ്യവുമായി യാത്ര പുറപ്പെടുന്നു. എന്നാൽ ആ യാത്രയിൽ കാണുന്ന ഓരോ മനുഷ്യനും ഓരോ സംഭവവും ഒരുപക്ഷേ അയാളുടെ ലക്ഷ്യത്തെ തന്നെ മാറ്റിമറിക്കുമോ? അതെ. സ്ഥാനത്തേക്കുള്ള വഴിയാണോ പ്രധാനം, അതോ ആ വഴി തന്നെയാണ് ലക്ഷ്യമോ എന്ന വലിയൊരു ചോദ്യം ഈ കഥ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ യാത്രയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അർത്തബാന്റെ ഒരുക്കം അത് വളരെ വലുതായിരുന്നു. തീർച്ചയായും. നിങ്ങൾ നൽകിയ ആ ചരിത്രപരമായ വിവരണത്തിൽ പറയുന്നത് മറ്റുള്ളവരെ പോലെ സ്വർണമോ കുന്തിരുക്കുമോ മീറയോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അല്ല. ഒരു രാജ്യം തന്നെ വില കൊടുത്തു വാങ്ങാൻ തക്ക മൂല്യമുള്ള 3 വിശിഷ്ട രത്നങ്ങളായിരുന്നു അത്. ആദ്യത്തേത് രാത്രിയുടെ നീലിമയുള്ള ഒരു ഇന്ദ്രനീലം. രണ്ടാമത്തേത് ഉദയസൂര്യന്റെ രശ്മി പോലെ കടും ചുവപ്പുള്ളൊരു മാണിക്യം. പിന്നെ ഹിമാലയത്തിലെ മഞ്ഞുപോലെ തൂവെള്ളയായ ഒരു മുത്ത്. രത്നങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ നോട്ടുകളിലെ ഒരു വ്യാഖ്യാനം പറയുന്നത് അവ വെറും സമ്മാനങ്ങളായിരുന്നില്ല, മറിച്ച് 3 ആശയങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു എന്നാണ്. അതെ. ഇന്ദ്രനീലം വിശ്വാസത്തെയും, മാണിക്യം സ്നേഹത്തെയും, പിന്നെ ആ മുത്ത് നിഷ്കളങ്കതയും പ്രതിനിധീകരിച്ചു. അതായത് അദ്ദേഹം ഒരു രാജാവിന് നൽകാൻ കൊണ്ടുപോയത് കേവലം ഭൗതിക സമ്പത്തായിരുന്നില്ല. അല്ല, മാനുഷികമായ ഏറ്റവും വലിയ 3 മൂല്യങ്ങളായിരുന്നു. ശരിയാണ്. അങ്ങനെ നിശ്ചയിച്ച സമയത്ത് മറ്റു 3 ജ്ഞാനികളെ കാണാനായി അദ്ദേഹം യാത്ര തുടങ്ങി. പക്ഷേ ബാബിലോണിനടുപ്പുള്ള ഒരു ഈന്തപ്പന തോട്ടത്തിലെത്തിയപ്പോൾ വഴിയരികിൽ പൊടിയിൽ കിടക്കുന്ന ഒരാളെ കണ്ടു. പനിച്ചു വിറച്ച് മരണത്തോടടുത്ത ഒരു ഹീബ്രു മനുഷ്യൻ. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരീക്ഷണം എന്ന് പറയാം. ആകാശത്തിലെ നക്ഷത്രം മുന്നോട്ട് വലിക്കുന്നു, ആ മനുഷ്യന്റെ ഞരക്കം താഴോട്ടും. ഒരു വൈരുദ്ധ്യമല്ലേ? അതെ, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത ആ ഭാഗം വളരെ ശക്തമാണ്. ആകാശത്തിലെ വെള്ളി നക്ഷത്രം എന്നെ മുന്നോട്ട് വലിച്ചു, എന്നാൽ വഴിയരികിലെ ആ മനുഷ്യന്റെ കറുത്ത ദുരിതം എന്നെ താഴേക്ക് വലിച്ചു. ഒരു വലിയ ദൈവീകമായ ലക്ഷ്യം. അതെ, ആ കൺമുന്നിലുള്ള ഒരു മാനുഷികമായ ആവശ്യം. ഇവ രണ്ടും നേർക്കുനേർ വരുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന വലിയൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ ദൗത്യം എത്ര വലുതായിരുന്നു. മറ്റു 3 പേരുമായി ചേർന്നുള്ള യാത്രയാണ്. അത് തെറ്റിച്ചാൽ എല്ലാം താളം തെറ്റും. ശരിയാണ്. ഈയൊരു പ്രവൃത്തി, ആ മനുഷ്യനെ സഹായിക്കാനുള്ള തീരുമാനം, ഒരു തരത്തിൽ ആ ദൗത്യത്തോടുള്ള നിരുത്തരവാദിത്വമായിരുന്നില്ലേ? ചില വ്യാഖ്യാനങ്ങൾ അതിനെ അങ്ങനെ കാണുന്നില്ലേ? തീർച്ചയായും. നിങ്ങൾ അയച്ച 2 ലേഖനങ്ങളിലും ഈ വൈരുദ്ധ്യം വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെയും അനുകമ്പയെയും വാഴ്ത്തുന്നു. എന്നാൽ കൂടുതൽ വിമർശനാത്മകമായ മറ്റൊന്ന് പറയുന്നത് എന്താണത്? ഇത് ലക്ഷ്യബോധമില്ലായ്മയുടെ ആദ്യത്തെ ലക്ഷണമായിരുന്നു എന്നാണ്. ഒരു വലിയ നന്മയ്ക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടിവരും എന്ന തത്വത്തെ അദ്ദേഹം മറന്നുപോയോ എന്ന് ആ ലേഖനം ചോദിക്കുന്നുണ്ട്. പക്ഷെ അർത്തബാൻ ആ നിമിഷം ചിന്തിച്ചത് ഒരു തത്വത്തെക്കുറിച്ചായിരുന്നില്ല. അല്ല, ഒരു ജീവനെക്കുറിച്ചായിരുന്നു. അതെ. അദ്ദേഹം ആ മനുഷ്യനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. കുതിരപ്പുറത്ത് നിറങ്ങി, തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊടുത്തു, പേർഷ്യൻ വൈദ്യം അറിയാവുന്നതുകൊണ്ട് പച്ചമരുന്നുകൾ നൽകി. അദ്ദേഹത്തിന് ബോധം തെളിയുന്നതുവരെ കൂടെയിരുന്നു. ദിവസങ്ങളോളം. അതെ, ദിവസങ്ങളോളം അദ്ദേഹത്തെ പരിചരിച്ചു. പക്ഷെ ആരോഗ്യം വീണ്ടെടുത്ത് നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോഴേക്കും കൂട്ടുകാർ പോയിരുന്നു. കല്ലിനടിയിൽ ഒരു കുറിപ്പ് മാത്രം. അർദ്ധരാത്രി വരെ ഞങ്ങൾ കാത്തിരുന്നു, ഇനിയും വൈകാനാവില്ല, ഞങ്ങൾ രാജാവിനെ തേടി പോകുന്നു, മരുഭൂമിയിലൂടെ ഞങ്ങളെ പിന്തുടരുക. ഇതോടെ യാത്ര ഒറ്റയ്ക്കായി. ആ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കി മാറ്റി. അതെ. ഒറ്റയ്ക്ക് മരുഭൂമി കടത്താൻ ഒട്ടകങ്ങളെയും മറ്റു യാത്രാസാമഗ്രികളും വാങ്ങേണ്ടി വന്നു. അതിനായി ആദ്യത്തെ സമ്മാനം, വിശ്വാസത്തിന്റെ പ്രതീകമായ ആ ഇന്ദ്രനീലം, അത് അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതെ. രാജാവിനെ കണ്ടെത്താനുള്ള യാത്ര തുടരാൻ വേണ്ടി രാജാവിന് നൽകാനുള്ള ആദ്യത്തെ സമ്മാനം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ശരിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ തനിച്ച് യാത്ര ചെയ്ത്
അർത്ഥബാൻ ഒടുവിൽ ബെത്ലഹേമിലെത്തി. പക്ഷെ അവിടെ കണ്ടത് സന്തോഷമായിരുന്നില്ല. ഭയത്തിന്റെയും നിലവിളികളുടെയും ശബ്ദങ്ങളായിരുന്നു. അതെ, ഹേറോദാവ് രാജാവിന്റെ പടയാളികൾ പുതിയ രാജാവിനെ ഭയന്ന് ആ നാട്ടിലെ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാനായി വീടുകൾ തോറും കയറിയിറങ്ങുകയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അദ്ദേഹം എത്തിയത് ഒരു രക്ഷകന്റെ ജനനം കാണാനാണ്. പക്ഷെ കാണുന്നത് ഒരു കൂട്ടക്കൊലയാണ്. അദ്ദേഹം ഒരു ചെറിയ വീട്ടിൽ അഭയം തേടി. അവിടെ ഒരു അമ്മ തന്റെ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് ഭയന്നിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് വാതിൽ തള്ളിത്തുറന്ന് ഒരു പട്ടാള മേധാവി അകത്തേക്ക് വന്നത്. വാളിൽ രക്തക്കറയുണ്ടായിരുന്നു. അയാൾ നേരെ ആ കുഞ്ഞിന്റെ നേരെ നീങ്ങി. ആ അമ്മ ഉറക്കെ നിലവിളിച്ചു. ആ നിമിഷം അർത്ഥബാൻ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അദ്ദേഹം ആ കുഞ്ഞിനും വാളിനുമിടയിൽ കയറി നിന്നു. എന്നിട്ട് തന്റെ അരപ്പട്ടയിൽ ഒളിപ്പിച്ചു വെച്ച മാണിക്യം പുറത്തെടുത്തു. പന്തത്തിന്റെ വെളിച്ചത്തിൽ അതൊരു തീക്കട്ട പോലെ ജ്വലിച്ചു. ഇവിടെ അദ്ദേഹത്തിന്റെ 2ാമത്തെ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇത് ആദ്യത്തേതിനേക്കാൾ സങ്കീർണമാണ്. എങ്ങനെ? ഏത് രാജാവിനെ കാണാനാണോ, ഏത് രാജാവിനെ രക്ഷിക്കാനാണോ അദ്ദേഹം വന്നത്, അതേ രാജാവിന്റെ പ്രജകളിൽ ഒരാളായ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ. ശരിയാണ്. രാജാവിന് കൊടുക്കാനായി കൊണ്ടുവന്ന സ്നേഹത്തിന്റെ പ്രതീകമായ മാണിക്യം, അത് ആ രാജാവിന്റെ തന്നെ പടയാളിക്ക് കൈക്കൂലിയായി നൽകി ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കേണ്ടി വരുന്നു. ഇത് വിധിയുടെ ഒരു ക്രൂരമായ തമാശ പോലെയുണ്ട്. അതെ. വിറയ്ക്കുന്ന സ്വരത്തിൽ അർത്ഥബാൻ പറഞ്ഞു, നിന്റെ 1 വർഷത്തെ ശമ്പളത്തേക്കാൾ വിലപിടിപ്പുള്ളതാണിത്. ഇത് നീ എടുത്തോളൂ. ഈ കുഞ്ഞിനെ വെറുതെ വിടുക. ആ പട്ടാളക്കാരന്റെ കണ്ണുകളിൽ ആർത്തി നിറയുന്നത് അദ്ദേഹം കണ്ടു. അതെ. അയാൾ ആ മാണിക്യം തട്ടിയെടുത്ത് പുറത്തേക്ക് നോക്കി തന്റെ ആളുകളോട് ആക്രോശിച്ചു, മുന്നോട്ടു പോകൂ, ഇവിടെ കുഞ്ഞില്ല. 2ാമത്തെ സമ്മാനവും നഷ്ടമായി. അതെ. ആ അമ്മ നന്ദിയോടെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. പക്ഷെ അർത്ഥബാന്റെ ഹൃദയം വളരെ ഭാരമായിരുന്നു. 2 സമ്മാനങ്ങൾ നഷ്ടപ്പെട്ടു. രാജാവിനെ കണ്ടെത്താനുമായില്ല. രാജാവ് കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് പിന്നീട് അദ്ദേഹം കേട്ടത്. മിക്കവാറും ആളുകൾ ഈ ഘട്ടത്തിൽ തളർന്നുപോയേനെ. തീർച്ചയായും. പക്ഷെ നിങ്ങളുടെ രേഖകൾ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ യാത്രയുടെ അവസാനമായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ യാത്രയുടെ തുടക്കമായിരുന്നു. അതെ. ഈജിപ്തിലേക്കും യൂദയായിലേക്കും പല നാടുകളിലേക്കും നീണ്ട 33 വർഷത്തെ അലച്ചിൽ. നിങ്ങൾ നൽകിയ ആ ജീവചരിത്രക്കുറിപ്പിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കറുത്ത മുടി നരച്ചു, കാഴ്ച മങ്ങി, ശരീരം വളഞ്ഞു. രാജാവിനെ തേടി നടന്ന വഴികളിലെല്ലാം അദ്ദേഹം കണ്ടുമുട്ടിയത് പാവപ്പെട്ടവരെയും വിശക്കുന്നവരെയും അടിമകളെയും രോഗികളെയും. അവരെ മാത്രമായിരുന്നു. നിങ്ങളുടെ നോട്ടുകളിലൊരു ഭാഗം ഇതിനെ ലക്ഷ്യത്തിന്റെ രൂപാന്തരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഗോൾ. അത് വളരെ ശരിയായൊരു പ്രയോഗമാണ്. ഒരു വ്യക്തിയെ, ഒരു രാജാവിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് സഹായമാവശ്യമുള്ള അനേകം മനുഷ്യരെ സേവിക്കുക എന്ന പ്രവൃത്തിയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം മാറുകയാണ്. ഒന്നിലേക്കുള്ള തിരച്ചിൽ പലർക്കുമുള്ള സേവനമായി പരിണമിച്ചു. കൃത്യമായി. ആ കുറിപ്പുകളിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ഈജിപ്തിലെ കൽമടകളിൽ അടിമകളായി ജോലി ചെയ്തിരുന്നവർക്ക് അദ്ദേഹം ഭക്ഷണം നൽകി. അലക്സാൻഡ്രിയയിലെ പ്ലേഗ് ബാധിതരുടെ നഗരത്തിൽ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു. റോമൻ ഭരണത്തിൽ അന്യായമായി തടവിലാക്കപ്പെട്ടവരെ കാണാൻ അദ്ദേഹം ജയിലുകളിൽ പോയി. ഓരോ തവണയും ഇവിടെയാണോ ഞാൻ തിരയുന്ന രാജാവുള്ളത് എന്നദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണയും ഉത്തരം നിരാശയായിരുന്നു. പക്ഷെ ഓരോ നിരാശയിലും അദ്ദേഹം മറ്റൊരാളുടെ കണ്ണുനീരൊപ്പുന്നുണ്ടായിരുന്നു. രാജാവിനെ തിരയുന്ന ഓരോ നിമിഷത്തിലും അദ്ദേഹം രാജാവിന്റെ ജനങ്ങളെ കണ്ടെത്തുകയായിരുന്നു. അതെ, കയ്യിൽ രത്നങ്ങളൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവർക്ക് തന്റെ സമയവും ആരോഗ്യവും പരിചരണവും സ്നേഹവും നൽകി. ഒരു തരത്തിൽ അദ്ദേഹം സ്വയം ഒരു സമ്മാനമായി മാറുകയായിരുന്നു. അങ്ങനെ 33 വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ പ്രായമായി മരണത്തോടടുത്ത് അദ്ദേഹം ജെറുസലേമിലെത്തി. അത് പെസഹ തിരുനാളിന്റെ സമയമായിരുന്നു. നഗരം ജനങ്ങളെക്കൊണ്ട് ഇളകി മറിയുകയായിരുന്നു. അതെ. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, നസ്രത്തിലെ യേശു എന്ന യഹൂദന്മാരുടെ രാജാവ് എന്ന് സ്വയം വിളിക്കുന്ന ഒരാളെ ഗോൽഗോദായിലേക്ക് കുരിശിലേറ്റാൻ കൊണ്ടുപോവുകയാണെന്ന്. ആ നിമിഷം, ആ വാക്ക് കേട്ടപ്പോൾ പതിറ്റാണ്ടുകളുടെ ക്ഷീണമെല്ലാം മറന്ന് അർത്ഥബാന്റെ ഉള്ളിൽ ഒരു വെളിച്ചം വന്നു. ഒടുവിൽ ഞാൻ അവനെ കണ്ടെത്തി എന്ന് അദ്ദേഹം കരുതി. അവനെ കിരീടമണിയിക്കാൻ ഞാൻ വൈകിപ്പോയി. പക്ഷേ അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കിപ്പോഴും സാധിച്ചേക്കാം. അതെ. അദ്ദേഹത്തിന്റെ കയ്യിൽ അവസാനത്തെ സമ്മാനം, നിഷ്കളങ്കതയുടെ പ്രതീകമായ ആ മുത്ത്, അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഒരു രാജാവിനെ മോചിപ്പിക്കാൻ മാത്രം വിലപിടിപ്പുള്ളതായിരുന്നു ആ മുത്ത്.
അത് റോമൻ ഗവർണർക്ക് നൽകി യേശുവിനെ രക്ഷിക്കാമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ഗോൽഗോദായിലേക്ക് കുതിച്ചു. പക്ഷേ തിരക്കേറിയ തെരുവിൽ വെച്ച് പട്ടാളക്കാർ ഒരു പെൺകുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. അച്ഛന്റെ കടം വീട്ടാൻ അവളെ അടിമച്ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കരഞ്ഞു, പേർഷ്യയിൽ നിന്നുള്ള ജ്ഞാനി, എന്നെ രക്ഷിക്കൂ. ജീവിതത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും അവസാന നിമിഷമാണിത്. അതെ. ഒരു വശത്ത് ജീവിതകാലം മുഴുവൻ തേടി നടന്ന രാജാവ് ഗോൽഗോദായിലെ കുരിശുമരണത്തിലേക്ക് നടന്നെടുക്കുന്നു. മറുവശത്ത് കൺമുന്നിൽ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി. ആ രേഖകളിലെ വരികൾ അത് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം അതേപടി പകർത്തുന്നുണ്ട്. അതെ, ഞാൻ എന്റെ കയ്യിലിരുന്ന മുത്തിനെ നോക്കി, എന്റെ രാജാവിനുള്ള മോചനദ്രവ്യം. പിന്നെ ഞാൻ ആ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്കും നോക്കി. അവളുടെ കണ്ണുനീരിൽ ഞാൻ കണ്ടത് എന്റെ ജീവിതത്തിലെ മുഴുവൻ യാത്രയുടെയും പ്രതിഫലനമായിരുന്നു. ഒരു നിമിഷം അദ്ദേഹം നിശ്ചലനായി നിന്നു. ഗോൽഗോദായിലേക്ക് പോകുന്ന ജനാവലിയുടെ ആരവം ഒരു ചെവിയിൽ, ആ പെൺകുട്ടിയുടെ കരച്ചിൽ മറുചെവിയിൽ. അപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. അതെ. വിറയ്ക്കുന്ന കൈണതോടെ അദ്ദേഹം ആ മുത്ത് പട്ടാളക്കാരന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. എന്നിട്ട് ആ പെൺകുട്ടിയോട് മന്ത്രിച്ചു, മോളെ, ഇതാണ് നിന്റെ മോചനദ്രവ്യം. നിന്റെ നിഷ്കളങ്കതയ്ക്ക് എന്റെ അവസാന സമ്മാനം. സമാധാനമായി പോവുക. അതോടുകൂടി എല്ലാം തീർന്നു. അവസാനത്തെ സമ്മാനവും പോയി. രാജാവിന് നൽകാൻ ഒന്നുമില്ലാതെ താൻ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നദ്ദേഹം കരുതിയ നിമിഷം. ജീവിതത്തിലെ ദൗത്യം സമ്പൂർണ്ണ പരാജയമായി എന്ന് സ്വയം വിധിയെഴുത്തിയ നിമിഷം. ആ നിമിഷം തന്നെ ആകാശം കറുത്തു. ഒരു വലിയ ഭൂകമ്പത്തിൽ ജെറുസലേം നഗരം വിറച്ചു. അടുത്തുള്ള ഒരു വീടിന്റെ ഓട് തലയിൽ വീണ് മരിക്കാറായ അർത്തഭാൻ നിലത്തു വീണു. തന്റെ ജീവിതം പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് കണ്ണുകൾ അടയുന്ന ആ നിമിഷത്തിലാണ് നിങ്ങൾ നൽകിയ ഈ വിവരണം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥമെന്താണ്? ഒരു ജീവിതകാലം മുഴുവൻ ഒരു ലക്ഷ്യത്തിനു വേണ്ടി അലഞ്ഞിട്ട് അവസാനം പൂർണ്ണ പരാജയമായി എന്ന് സ്വയം തോന്നുന്ന ഒരവസ്ഥ. ഈ കഥ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. ഒരു യാത്രയുടെ വിജയമെന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്ത് മുൻകൂട്ടി നിശ്ചയിച്ച സമ്മാനങ്ങളുമായി എത്തുന്നതുകൊണ്ടാണോ? അതോ ആ യാത്രയിലുടനീളം നമ്മൾ ആരായിത്തീരുന്നു എന്നതിനെ ആശ്രയിച്ചാണോ? അർത്തബാന്റെ സമ്മാനങ്ങൾ രാജാവിന്റെ കയ്യിൽ എത്തിയില്ല എന്നത് ശരിയാണ്. പക്ഷേ അവ ഓരോന്നും ഓരോ ജീവൻ രക്ഷിച്ചു. വിശ്വാസത്തിന്റെ ഇന്ദ്രനീലം ഒരു രോഗിയെ രക്ഷിച്ചു. സ്നേഹത്തിന്റെ മാണിക്യം ഒരു കുഞ്ഞിനെ രക്ഷിച്ചു. നിഷ്കളങ്കതയുടെ മുത്ത് ഒരു അടിമ പെൺകുട്ടിയെ രക്ഷിച്ചു. അപ്പോൾ ഒരു തരത്തിൽ ആ സമ്മാനങ്ങൾ അവയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ തന്നെ എത്തിയെന്ന് പറയാം, അല്ലേ? അതെ. ഒരു വ്യക്തിക്ക് നൽകുന്നതിനേക്കാൾ ആ വ്യക്തി പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി അവ ഉപയോഗിക്കപ്പെട്ടു. കൃത്യമായി. നിങ്ങൾ നൽകിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ദ സക്സസ്ഫുൾ ഫെയിലിയർ എന്നാണ്. അതായത് വിജയിച്ച പരാജയം. ലൗകികമായി നോക്കുമ്പോൾ അർത്തബാൻ ഒരു പരാജിതനാണ്. പക്ഷെ ആഴത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹം രാജാവിനെ കണ്ടെത്താതിരുന്നില്ല. വിശക്കുന്നവനിലും രോഗിയിലും അടിമയിലും അദ്ദേഹം ആ രാജാവിനെ തന്നെയാണ് കണ്ടത്, സേവിച്ചത്. അദ്ദേഹത്തിന്റെ യാത്ര ഒരു പരാജയമായിരുന്നില്ല. ഒരുപക്ഷേ മറ്റാരും തിരഞ്ഞെടുക്കാത്ത കൂടുതൽ അർത്ഥവത്തായ ഒരു വിജയമായിരുന്നു. ഈ കഥ നമ്മോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണത്? നമ്മുടെ ജീവിതയാത്രകളിൽ നാം നിശ്ചയിച്ചുറപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ പലപ്പോഴും വഴിമാറിപ്പോകാറില്ലേ? വഴിയിലെ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ, കണ്ടുമുട്ടുന്ന മനുഷ്യർ, ഇവയെല്ലാം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനങ്ങളായി കാണണോ? അതോ ഒരുപക്ഷേ ആ വ്യതിചലനങ്ങൾ തന്നെയാണോ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തിരിച്ചറിയണോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാത്ത വഴികളിലായിരിക്കാം നമ്മളെ കാത്തിരിക്കുന്നത്.